السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق المقدار العظيم. أما بعد. بسم الله الرحمن الرحيم. والذين آمنوا أشد حبا لله. صدق الله المولانا العظيم. من صام يوم 27 من رجب كتب الله له صيام 60 شهرا. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, ഞങ്ങൾ ഇങ്ങനെ നാളിങ്ങനെ തീർത്തോണ്ടുള്ള ചെന്നെങ്കിൽ ഞങ്ങൾ മൗത്തുകു കബറുകു മുട്ടായിട്ടുള്ള ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ്. അടുത്തുള്ള ക്യാമ്പും സോദറ കബറാണ്. ഉറങ്ങിക്കിടന്നാലും നടക്കുന്ന ദൈനംദിനം കൊയ്യോടതാ അടുക്കുന്നേ. ഞങ്ങൾ ഉമ്മയുടെ ഗർഭാശയത്തെ സഫർ തുടങ്ങിയ സഫർ ഇങ്ങനെ പോയിട്ടുള്ളത് ഉറങ്ങിയിട്ടെങ്കിലും എന്താക്കിയിട്ടെങ്കിലും ഇങ്ങനെ മുൻപ് ഇങ്ങനെ മുതൽ പോയിട്ടേ ഉണ്ടു. ഇപ്പോൾ അടുത്തെന്താടു കബറുക ഞങ്ങൾ എത്ര അല്ലേ, കബറുക എത്ര ബോധം ആറുകൊണ്ടു അങ്ങനെ തപ്പുണ്ടാവില്ല എന്ന് അള്ളാഹുടെ സുജന്ത. അതുകൊണ്ട് കബറുക ഞങ്ങൾ എത്ര അള്ളാഹുടെ മുട്ട പോണ്ട എന്നുള്ള ബോധം ഉണ്ടാക്കുന്ന തിങ്കളായിട്ട് റജബ് തിങ്കൾ. അതുകൊണ്ട് അള്ളാഹു റജബിടെ നണ്ട തിങ്കളെന്ന് വിശേഷിപ്പിച്ചു. റജബുൻ ഷഹറുല്ലാഹ്. അതുകൊണ്ട് ഇതിൽ നല്ല നല്ല ഭിത്തിട്ട മനുഷ്യന്മാർ തിന്നമന്തല്ല. ഇത് അവസാനത്തെ വെള്ളിയാശയുണ്ട്, അവസാനത്തെ വെള്ളിയാശ. അതുകൊണ്ട് ഈ വെള്ളിയാശയിൽ ധാരാളം ഗോരി ബാരണം മകരിബ് പോലെ ഈ ധാരാളം ഇഷ്ടം പോലെ സൽക്രമങ്ങളാക്കിക്കൊണ്ട് ഇത് റജബിടെ അവസാനത്തെ വെള്ളിയാശ ഉണ്ട്. അതിൻ്റെ അടുത്ത റജബിൽ ഞാൻ ഇക്കടേ ഇല്ലേ എന്നുള്ള ടെൻഷനിലാവണം ആവല്ലേ. അങ്ങനെ ടെൻഷനിലായെങ്കിൽ ഞങ്ങളെ ഭൂമിയുടെ വേണ്ടി എന്താവണം, നല്ല റാഹാത്താവണം. അപ്പം അത് ടെൻഷൻ ആവുമല്ലോ. തിങ്കളായിട്ടിക്കട് റജബ് തിങ്കൾ നല്ല ആഹൃത വിഷയ. അള്ളാഹു റസൂലു ഭയങ്കര പരമസന്ധൂരായ തിങ്കളല്ലേ അള്ളാഹുടെ കണ്ടില്ലേ കാ. അപ്പം ഞങ്ങൾക്ക് അത് കിട്ടുക അള്ളാഹു റസൂൽ ആഗ്രഹിച്ചിട്ട് അള്ളാഹു ചെന്നാൽ നിങ്ങൾക്ക് 5 വക്കത്ത് നിസ്കാരം ഞാൻ അള്ളാഹു അതായത് ഫർലാക്കി 5 വക്കത്തിന് 50 വക്കത്ര കൂലി. 5 വക്കത്ത് നിസ്കാര കൂലി എത്ര? 50 വക്കത്ത് നിസ്കാരത്തെ കൂലി. അതാർക്കും ഇല്ല, ഏത് നബിമാർക്കും ഇല്ല. അതുകൊണ്ട് എല്ലാ നബിമാരും ഞങ്ങളുടെ നബിയുടെ ഉമ്മത്തിയാവും ആവശ്യപ്പെട്ടാർ. എന്തുകൊണ്ട് 5 വക്കത്ത് നിസ്കാരത്തേക്ക് 50 വക്കത്ത് നിസ്കാരത്തെ കൂലി കിട്ടല്ലേ. ആ കൂലി ആഗ്രഹിച്ചും കൊണ്ടേ ആ അള്ളാഹ് റസൂൽ ഉമ്മത്തിയാവും എല്ലാ അമ്പിയാക്കന്മാരും അർജിട്ടാർ. ഒരാളെ മാത്രം അർജി പാസ്സാവിടെ. അത് ഈ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അയാൾ നാലക്കല് ഇവിടെ ഉണ്ട് അള്ളാഹ് റസൂലിൻ്റെ ഉമ്മത്തിയായും കൊണ്ട്. അപ്പം ഞങ്ങൾ വലിയ ഗ്രേറ്റേസ്റ്റുള്ള ഉമ്മത്തിന്മാർ ഞങ്ങളൊക്കെ വർഷാവതീര. ഞങ്ങൾ കൈയുടെ പരമാവധി ധാരാളം സമ്പാദനാക്കണം. ഇപ്പോൾ എന്നോ ആഹ്റ അത് സമ്പാദനാക്കും എന്താക്കണം. അവർ കുറോടി ഒരു 3 നോമ്പ് ഇത് പിടിച്ച് തിങ്ങളിടി നോമ്പ് പിടിച്ച് കൂലുണ്ട് കൊന്നിത്തല്ലോ. അതിപ്പോൾ 4 അവർ നോമ്പുണ്ടു. എപ്പോൾ ഇണ്ട് ജാവുക അത്താലണിക്കറോ, ഇണ്ട് ജാവുകു അത്താലണിക്കറോ 4 ശനിയാസുണ്ട്. എല്ലാവരും നോമ്പ് പിടിക്കണോ. മൻസാമ യൗമിൻ 27 മിൻ റജബിൻ കതബല്ലാഹു ലഹു സിയാമ 60 ഷഹ്റാ. എന്തോ ഞങ്ങൾക്ക് അള്ളാഹു എന്താക്കണ 6 റജബിടും. ഇപ്പോൾ 27 ഒരു നോമ്പിടെ 6 പിടിച്ചിട്ടെങ്കിൽ അവனுக்கு എഴുതപ്പെട്ടത് 60 തിങ്കൾ നോമ്പ് പിടിച്ച കൂലി. 5 വർഷം നോമ്പ് പിടിച്ച കൂലി ധർമ്മത്തിൽ കിട്ടും, ഫ്രീ ഫുക്കട്ടെ. അതുകൊണ്ട് ഭയങ്കര ഗ്രേറ്റേസ്റ്റ് നോമ്പ്. അതുകൊണ്ട് പിന്നെ സുന്നത്ത് നോമ്പ് പിടിക്കും ഏറ്റവും ഷറഫുള്ള തിങ്കൾ മുഹറം. അത് കൂട്ടിട്ട് ഏറ്റവും ഷറഫുള്ള തിങ്കൾ ഇത് റജബ്. അതുകൊണ്ട് റജബിൽ നോമ്പ് പിടിച്ച മനുഷ്യന്മാരെല്ലാം ഭാഗ്യക്കാർ. അങ്ങനെ നോമ്പ് എല്ലാവരും അള്ളാഹു സ്വീകരിക്കട്ടെ, ഞങ്ങളെല്ലാം സത്കർമ്മം സ്വീകരിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും ജന്യാസനുണ്ട് എല്ലാവരും നോമ്പ് പിടിക്കണം. വെള്ളിയാസനുണ്ട് പരിപൂർണമായ നിലക്ക് നല്ല ആഹൃതി വേണ്ടി യൂസ് ആക്കണം. ഞങ്ങളെ എല്ലാ പോക്കും വാക്കും ചിരിക്കും നിർത്തും എന്താക്കണങ്ങ. ഞങ്ങൾ ആരുടെ എന്ത് മുണ്ടെങ്കിലും എന്താക്കണമെങ്കിലും എന്ത് ചെല്ലെങ്കിലും അതെല്ലാം ആഹൃതി കൂലി കിട്ടാൻ നോക്കണം. വെറുതെ അനഗത്യമായ പലക്കവരെത്ത പോലെ കൈയുടെ പരമാവധി ജാഗ്രത ആക്കിക്കൊണ്ട് ജീവിക്കുക. ഹിന്ദല്ല 4 ഭൂമിയുടെ ആവുടമേ അതിലാരും ഡൗട്ടില്ല, അത് ഉറപ്പു. അതുകൊണ്ട് ഒരു നോമ്പ് പരമാവധി കൂലുണ്ട്. ചരിത്രം കേട്ടാൽ പാടും കേൾക്കും, തൊന്തരല്ലേ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഇങ്ങനെ യാത്രയിലുണ്ട്. ഒരു വലിയ പർവ്വതം കണ്ടെത്ത്. ആ പർവ്വതം കണ്ടപ്പോൾ എന്ത് ആ പർവ്വത ഭയങ്കര പ്രജ്വലിച്ച പ്രകാശമാണ്, നല്ല വെളിച്ച അടിക്കട് ആ പർവ്വതത്തിൽ. ഈസാ നബി അള്ളാഹുടെ ചെന്ന് പടച്ചവനെ ഇതെന്തുകൊണ്ട് ഈ പർവ്വതം ഇത്തര ഭയങ്കര ഭാരി പ്രകാശിക്കടല്ലേ. ഈ പർവ്വതത്തിൽ നന്നിട്ട് പലക്കവരെയൊക്കെ നിന്ന് അവകാശം ഉണ്ടാക്കും. നന്നിട്ട് അത് പലക്ക വരയിട്ടുണ്ട്. അപ്പം അത് എന്താക്കി അള്ളാഹു ചെന്ന പർവ്വതമേ പലക്ക വരയുണ്ട്. ഈസാ നബി അത് എന്താക്കി പർവ്വത ഈസാ നബി ഈസാ നബിക്ക് എടുത്ത് എന്നിട്ട്
പിന്നെ ഈ ಪರ್ವತಟ್ಟು ನೀನಿಂದ ಇತ್ತರ ಬೆಲ್ಚೋಗು ಇತ್ತರ ಪ್ರಜ್ವಲಿಸಿದ ಪ್ರಕಾಶಮಾನಿಟ್ಟುಕೋಗು ಇತ್ತರ ಕಾರಣದಿಂದ ನಿನ್ನಿಂದ ರಹಸ್ಯ എന്ന് ഭയന്നിട്ട് ആ ഗുഡ്ഡോട്ട് കേട്ടപ്പോൾ ഗുഡ്ഡ ചെന്ന് നണ്ട ഉലകത്തിൽ ഒരാൾ ഉണ്ട് വലിയ ഭയഭക്തിയുള്ള ആൾ അള്ളാഹുടെ പേടിച്ച ആൾ അങ്ങേറ്റം പേടിച്ച ആൾ അയാൾ ഇന്നത് കൊണ്ടു ഞാൻ ഇത്തര പ്രകാശമാനായിടോ ഞാൻ ഇത്തര പ്രകാശമാനായി ആയിടോ അള്ളാഹുടെ അഭിസാനിപ്പിച്ച് അത് ഇപ്പം അതായത് ഈ പർവ്വത പിളറിട്ട് ചെന്നെങ്കിൽ പർവ്വത്തിൻ്റെ ആവട്ട് ഭാഗമായിട്ട് അതിലൊഴുകുന്ന മനുഷ്യ പുറത്ത് വരട്ടെ അള്ളാഹുവേ അങ്ങനെ അള്ളാഹു പർവ്വത രണ്ട് പിളറാവിടെ ചെന്നെങ്കിൽ അതായത് ഭാഗമാവിടും അതിലൊഴുകത്തിൽ നിന്ന് മനുഷ്യ നല്ല ഈമാൻ നിറഞ്ഞു നല്ല ചന്തത്തെ മുകളിൽ ഈമാൻ കൊണ്ട് നഗർ പ്രകാശിപ്പിക്കടോ അതാ ദിക്റിൽ ഇങ്ങനെ ചുണ്ടുങ്ങ പന്തറോ ഒരാളിഞ്ച് നിന്നിട്ട് സുബ്ഹാനല്ലാ ഈസാ നബി അലൈഹി സ്വലാം കേട്ട് നിങ്ങൾ ആറ് എന്തുകൊണ്ട് ഇതിലൊഴുകായുണ്ട് അപ്പോൾ മനുഷ്യന്ത് ഞാൻ പിന്നെ അള്ളാഹുടെ ദാസ അബ്ദുള്ള ഇതിലൊഴുക എന്തായോ ഇത് നാണിങ്ങനെ ഗുഡ്ഡയുടെ വന്നുകൊണ്ടിരുന്നെ ഗുഡ്ഡ പിളർന്നിട്ട് ഇതിലൊഴുകത്ത് എന്നാണ് ഇതിലൊഴുകത് ആയിവിട്ടെ ഈ വായിട്ടെത്ര ഞാൻ മൂസാ നബി അലൈഹി സ്വലാമുടെ കാലത്തെ മനുഷ്യനാണ് മൂസാ നബി അലൈഹി സ്വലാമുടെ കാലത്തെ മനുഷ്യൻ എന്തുകൊണ്ട് ഇതിലൊഴുക ഒന്നുണ്ട് ഇതിലൊഴുക ഞാൻ നൻ്റെ അവസാനത്തെ ഉമ്മത്തി അതായത് അവസാനത്തെ നബി ഉണ്ട് മുഹമ്മദ് മുസ്തഫ ആ നബിയുടെ ഉമ്മത്തിമാർ നൻ്റെ കൂട്ടുകൊണ്ട് ഞാൻ സദാ അള്ളാട്ട് ദുവാർന്നുണ്ടിന്നെ ആ ദുവാർന്നുണ്ട് ഇക്കടെ ടൈമിൽ ഈ ഭൂമി ചെന്ന് ഈ പർവ്വതം നൻ്റെ മുലുങ്ങിയോ അതിനെ കൊണ്ട് ഇതിലൊഴുക ഞാൻ ആയോ എന്ന് ഇതിലൊഴുക ആയിട്ട് എത്ര വർഷത്തെ 600 വർഷത്തേക്ക് എത്ര 600 വർഷം നിരന്തരമായ ഒരു സെക്കൻഡ് പോലും അള്ളാഹുകല്ലാണ് ചിലവാക്കിയിട്ടില്ല എല്ലാ ദിക്റും ഫിക്റും ശുക്റും അള്ളാഹുയുടെ സ്മരണയിലേ നാവില്ല എന്ന് ഈസാ നബി അലൈഹി സ്വലാം ഇട്ടു ആ കുഞ്ഞ് അതായത് അതിൽ നിന്ന് പാലക്കാര ചെന്നപ്പോൾ സുബ്ഹാനല്ലാ ഈസാ നബി ചെന്ന് സുബ്ഹാനല്ലാ ആശ്ചര്യകരമായത് എനിക്കടുത്ത് സുബ്ഹാനല്ലാ എന്ന് ശരിയാണ് അങ്ങനെ ചെന്നിട്ട് അള്ളാഹുടെ കേട്ട് പഠിച്ചവനെ ഉയലൊക്കെ മാറ്റി ഗ്രേഡ് 6 കാട്ടുണ്ടല്ലോ നിൻ്റെ നമുക്ക് ഭയങ്കര ഭാഗത്തല്ലേല്ലോ അപ്പോൾ നിൻ്റെ ഇല കാട്ടി ഗ്രേഡ് 6 കാട്ടുണ്ടാ എന്ന് ചെന്നപ്പോൾ അല്ല ചെന്ന നൻ്റെ അവസാനത്തെ നൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് ആ നബിയുടെ ഉമ്മത്തിമാർ റജബിൽ ഏതെങ്കിലും ഊർന്നോം പിടിച്ചമേ എത്ര റജബിൽ ഊർന്നോം പിടിച്ചെങ്കിൽ ഏലത്തിനുമേ കൂലി അങ്ങ് നാ കൊടുത്തു വിട്രേ ഏലത്തിനും കൂലി നാ കൊടുത്തു വിട്രേ എന്ന് അള്ളാഹു ചെന്ന എന്ന് ചെല്ലാറ് ഈസാ നബി അലൈഹി സ്വലാം ഉണ്ട് അവർ ആ കാലത്ത് നടന്നിട്ട് ഞങ്ങൾ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചരിത്രം ചെല്ലും അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നോമ്പെല്ലാം പിടിക്കുന്ന നോമ്പെല്ലാം അള്ളാഹുകായിട്ടാവട്ടെ ചെന്ന അർത്ഥം എന്തോ തഖ്വ ഉണ്ടാവണില്ലേ നോമ്പിൽ എന്താവിടും അള്ളാഹുടെ പേടി ഉണ്ടാവിടും അത് പേടി ഉണ്ടെങ്കിൽ മാത്രം നോമ്പായിടും ഇല്ല നോമ്പായില്ലത് ഇല്ലെങ്കിൽ അത് പൈസ വെച്ചോ അതുകൊണ്ട് അള്ളാഹുടെ തഖ്വ ഉണ്ടാക്കണം സ്വാലിഹീങ്ങ ആവാൻ ഞങ്ങളെല്ലാ പ്രവർത്തനം നീ സ്വീകരിക്കുക റഹ്മാനെ ഞങ്ങളെല്ലാവരും ഖൈർ അഹലുകാരെ കൊടുത്താൽ അള്ളാഹ് റജബ് വന്ന് പോയിത്തല്ലേ അള്ളാഹ് റജബോട് ഞങ്ങൾ ബഹുമാനിച്ച സ്വാലിഹ്യങ്ങളെ കൊടുത്ത് ഞങ്ങൾ നീ ആക്കിക്കൊണ്ട് നല്ല ഭിത്തിട്ട സ്വാലിഹ്യങ്ങളെ കൊടുത്ത് ആക്കിക്കൊണ്ട് പിന്നെ ഷാബാനിൽ അതിന് വേണമായി നല്ല തന്നെയെല്ലാം കൊടുത്തിട്ട് റമളാനിൽ ആ ഫലം കൊയ്യുള്ളല്ലോ മഹാഭാഗ്യം നമ്മൾ താ റഹ്മാനെ ഞങ്ങളെല്ലാ പ്രവർത്തനം നീ എല്ലാം നീ സ്വീകരിക്കുക എല്ലാ സയ്യാത്ര എന്തെങ്കിലും ഗൊന്തിന്നിട്ടും ഗൊന്തില്ലാണ്ട് ഗുട്ടായിട്ട് റട്ടായിട്ട് വന്ന എല്ലാ ദോഷത്തെ നീ പരിപൂർണ്ണം മാപ്പാക്കുക ആമീൻ ബറഹ്മതിക യാ റഹ്മർ റഹീമീൻ എല്ലാവരും നമുക്ക് വേണ്ടി പ്രത്യേകമായ ദ്വാർപ്പുർ നല്ല ജാവല്ലേണ്ടി ഇരുത്തിയാൽ ജാവ് അള്ളാഹുൻ്റെ സ്ഥലം ഭയങ്കര പരമസന്തോഷമായി ജാവും അതുകൊണ്ട് നമുക്ക് വേണ്ടി എല്ലാവരും ദ്വാർക്കും നിങ്ങൾ വേണ്ടി ഞങ്ങൾ ഇൻഷാ ദ്വാർക്കട്ടെ നിങ്ങളെല്ലാവരും അള്ളാഹു പരിപൂർണ്ണ നിഷ്പാപ്പിയാക്കിക്കൊണ്ട് സ്വർഗ്ഗത്തെ അഹലുകാരെ കൊടുത്തത് അള്ളാഹു ഞങ്ങളെല്ലാവരും പെടുത്തിട്ട് ഞങ്ങളുടെ കുടുംബക്കാരെ പെടുത്തിട്ട് ഞങ്ങൾ മരിച്ചു പോകുന്നവരെല്ലാവരും സുന്നിങ്ങളെല്ലാവരെയും അള്ളാഹു പെടുത്തിട്ട് വിദഗ്ധക്കാരെ ഷറിൽ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും കാത്തുരക്ഷിക്കുക റഹ്മാനെ ആമീൻ ബറഹ്മതിക യാ റഹ്മർ റഹീമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.